തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയെക്കുറിച്ചുള്ള പരാതി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് മുന്നിലും ആവർത്തിച്ച് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. എന്നാൽ സർക്കാർ സംവിധാനത്തിൽ സാധാരണയായുള്ള കാലതാമസം മാത്രമെന്നായിരുന്നു വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി മേധാവികളുടെയും മൊഴി. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷത്തെ രേഖകൾ പരിശോധിച്ച ശേഷം സമിതി വീണ്ടും തെളിവെടുപ്പ് നടത്തും. വിവാദങ്ങൾ കത്തിനിൽക്കെ രാവിലെ 10 മണിയോടെയാണ് വിദഗ്ധ സമിതി അംഗങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആസ്ഥാനത്തെത്തുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘം ആദ്യം മൊഴിയെടുത്തത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെയാണ്. ഫേസ്ബുക്കിലൂടെയും മാധ്യമങ്ങളിലൂടെയും കഴിഞ്ഞ 2 ദിവസമായി പുറത്തുവിട്ട കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ മൊഴി. 2 വർഷമായി ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ മെല്ലെപ്പോക്കെന്നാരോപിച്ച ഹാരിസ് തന്റെ വാദങ്ങൾ തെളിയിക്കുന്ന രേഖകളും സമിതിക്ക് നൽകിയതായാണ് വിവരം. പിന്നീട് വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി വകുപ്പ് മേധാവികളുടെ മൊഴി സമിതി രേഖപ്പെടുത്തി. ഒരാൾ പോലും ഹാരിസിന്റെ വാദങ്ങളെ പിന്തുണയ്ക്കാനുണ്ടായില്ല. സർക്കാർ സംവിധാനത്തിലെ സാധാരണയായുള്ള കാലതാമസമല്ലാതെ ഹാരിസ് ആരോപിക്കുന്ന തരത്തിലുള്ള ഗുരുതരാവസ്ഥയില്ലെന്നായിരുന്നു വകുപ്പ് മേധാവികളുടെ മൊഴി. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ച കഴിഞ്ഞ ഒരു വർഷത്തെ രേഖകൾ സംഘം കസ്റ്റഡിയിലെടുത്തു. രേഖകൾ മുഴുവൻ വിലയിരുത്തിയ ശേഷം സമിതി വീണ്ടും തെളിവെടുപ്പിനായി തിരികെയെത്തും. ജനം, തിരുവനന്തപുരം.